വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ എത്രയോളം കമ്പനീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. അതിന്റെ ആൻസർ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കിങ്ഡം ഫിനാൻസിന്റെ കമ്പനി സിഇഒ സഞ്ജയ് സേതുമാധവൻ സാർ ഉണ്ട്. അപ്പൊ സർ, ഈ ഒരു എക്സ്പീരിയൻസിന്റെ ഇടയിൽ ഒരുപാട് ക്ലയൻസ് ബേസ് ഉണ്ടായിരിക്കും. അപ്പം ആ ക്ലയൻസ് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരാരൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എത്രയൊക്കെ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് നടക്കുന്നു എന്നൊന്നും നമ്മുടെ ഓഡിയൻസിനോട് പറയാം. ഓഫ് കോഴ്സ് എനിക്ക് ക്ലയൻസിനെ തീർച്ചയായും റിവീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലോൺ എടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടായിരിക്കും പറയാൻ പറ്റില്ല. അതൊരു മോശം കാര്യമായിട്ട് തന്നെയാണ്. നമ്മൾ ഫിനാൻഷ്യൽ പ്രശ്നം അല്ല, ബിസിനസിന് സപ്പോർട്ടാണ് ലോൺ എടുക്കുന്നത്. സ്റ്റിൽ അത് ലോൺ എടുക്കുന്ന ഒരു നല്ല കാര്യമല്ലല്ലോ, എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ ക്ലയൻസിനെ പറയാൻ പറ്റില്ല. ഞാൻ ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ ടോട്ടൽ എന്റെ ഒരു ഡിസ്ബേഴ്സ്ഡ് വാല്യൂ 10,000 crores പ്ലസ് ഡിസ്ബേഴ്സ് ചെയ്തിട്ടുണ്ട്. 10,000 കോടിക്ക് മുകളിൽ ഡിസ്ബേഴ്സ്. അപ്പൊ അത് ഒരു വലിയ സംഖ്യയാണ്. അപ്പൊ അത് ആ നെറ്റ്വർക്ക് അത്രയും അതിലെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ ഘടകങ്ങളുണ്ട്. ഞാൻ അന്ന് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റ് ബ്യൂറോ വന്നിട്ടില്ല. അപ്പൊ സിബിൽ ചെക്ക് ഇല്ലാതെയാണ് കൊടുത്തിരുന്നത് അവിടെ. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ഒരു 1 year ശേഷമാണ് അവിടെ ക്രെഡിറ്റ് ബ്യൂറോ വരുന്നത്. 2015 ക്രെഡിറ്റ് ബ്യൂറോ അവിടെ ഇംപ്ലിമെന്റ്. ഞാൻ അതിന് മുന്നായിരുന്നു അവിടെ ഉണ്ടാകുന്നത്. ഞാൻ അവിടെ ENBD ബാങ്കിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ഇത്രയും എന്താ പറയാ പൈസയുടെ ഡീലിങ്സ് ആണ്, ആ ലൈഫ് സ്റ്റൈലുമായിട്ട് കറക്റ്റ് ആയിട്ട് അതാണോ ദാറ്റ് മേക്സ് യു ഹാപ്പി? ഓഫ് കോഴ്സ് അതാണ്. നമുക്ക് പൈസ ഇപ്പൊ വളരെ ലൈവ് ആയിട്ടുള്ള ഒരു മേഖലയാണല്ലോ നമ്മൾ. എപ്പോഴും നമ്മൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ കാണുന്നു, അവരെ സൊല്യൂഷൻ കൊടുക്കുന്നു. സോ വെരി ലൈവ്. നമ്മുടെ ഏരിയ വളരെ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് പലരും നമ്മൾക്ക് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വന്ന് നമ്മളെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. സാർ, എനിക്ക് ഇന്ന സമയത്ത് നടന്നില്ലെങ്കിൽ ആ ഡീൽ നടക്കില്ല, എന്റെ ഭയങ്കര പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഇസ് ലൈക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു 10 years ആയിട്ട് എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു പ്രൊഫഷന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്, ഐ തിങ്ക്. ഓഫ് കോഴ്സ് അതെ. ഞാൻ ഈ അസെറ്റ് എന്നാണ് ബാങ്കിനെ സംബന്ധിച്ച് അസെറ്റിന്റെ ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബാങ്കിന് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് എടുക്കുന്നതാണ് ബാങ്കിന് ലൈബിലിറ്റി. ബാങ്ക് കൊടുക്കുന്ന ലോൺസും ക്രെഡിറ്റ് കാർഡ്സും ഒക്കെ ബാങ്കിന് അസെറ്റ് ആണ്. സാധാരണക്കാരുടെ ബാങ്കിന്റെ പൈസ ബാങ്ക് കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ ബാങ്കിന്റെ ലൈബിലിറ്റിയും ബാങ്കിന്റെ പൈസ കസ്റ്റമർ കൊടുക്കുന്ന അസെറ്റ്. അപ്പൊ ഐ വാസ് ഹെഡിങ് അസെറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. സോ വെരി നൈസ് ജേർണി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ വിശേഷങ്ങളും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു റെവലേഷൻ പോലത്തെ കാര്യം, കാരണം ഇതിനെ പറ്റിയൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് സെക്ഷൻ ഒന്ന് ലൈവ് ആക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.